നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് കേസിൽ പണം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിൽ നിന്ന് പണം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് അക്കൗണ്ടിലേക്ക് CMRL നൽകിയതായി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്ന കോടികൾക്ക് പിന്നാലെ ഇപ്പോൾ അന്വേഷണം എത്തുന്നത് മുഹമ്മദ് റിയാസിന്റെ അടുത്ത വലയത്തിലേക്ക്. റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് ED പരിശോധന. ഇത് നേരത്തെ ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളിൽ നിന്ന് പുതിയൊരു പണമൊഴുക്ക് കണ്ടെത്തിയതിന്റെ തുടർച്ചയാണോ? വീണ വിജയന് കിട്ടിയ പണത്തിന്റെ അവസാന ഗുണഭോക്താവ് ആരാണ്? പണം അക്കൗണ്ടിലെത്തിയ ശേഷം അതിന്റെ യാത്ര എങ്ങോട്ടായിരുന്നു? ആ പണം മറ്റാരിലേക്കെങ്കിലും കൈമാറിയോ? കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ? ഇവയ്ക്കാണ് ഇനി ED ഉത്തരം തേടുന്നത്. അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെ രാഷ്ട്രീയ പകപോക്കലായി കാണുന്ന CPMന്റെ നിലപാട് മറുവശത്ത്. പക്ഷെ ചോദ്യം ഇതാണ്: SFIOയും EDയും ഇത്രയും രേഖകളും സാമ്പത്തിക ഇടപാടുകളും ശേഖരിച്ചിട്ടും അന്വേഷണം ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? അതോ പണത്തിന്റെ ഉറവിടവും പണമൊഴുക്കിന്റെ അവസാന കണ്ണിയും തേടിയുള്ള നിർണായക ഘട്ടത്തിലേക്കാണോ ED കടക്കുന്നത്? CMRL എക്സാലോജിക്, പണം പോയ വഴിയെ ED, ഇനി ആരിലേക്ക്? CMRL സേവനം നൽകാതെ എക്സാലോജിക് കമ്പനിക്കും വീണ വിജയനും നൽകിയ CFIO കണ്ടെത്തിയ 2.78 കോടി, ED കണ്ടെത്തിയ 1.78 കോടി. ഈ ഇടപാടുകളിലെ അന്വേഷണമാണ് ED ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് റെയ്ഡ് നീളാൻ കാരണമായത്. രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPM ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. EDയുടെ അന്വേഷണം ഇനി ആരിലേക്കൊക്കെ നീളും? ഡോക്ടർ B. ജയരാജ്, ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുകയാണ്. ഡോക്ടർ B. ജയരാജ്, ഇന്നും രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ആരോപണമാണല്ലോ CPM ഉന്നയിക്കുന്നത്. നേരത്തെ ED റെയ്ഡിന് വന്നപ്പോൾ അവരെ ആക്രമിച്ചവരാണ് CPM. ഇപ്പോഴും ഈ ആരോപണം ഉന്നയിച്ച് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അന്വേഷണം അതിൻ്റെതായ വഴിയിൽ നീങ്ങുകയാണല്ലോ. നമ്മൾ ഈ ഒരു വിഷയത്തിന് ആദ്യമേ കാണുന്നത്, എനിക്കിതിപ്പോൾ കണ്ടുകൊണ്ട് കുറേ നാളുകളായിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അസംബന്ധ നാടകം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, യൂജിൻ അയനസ്കോയുടെ റൈനോസേഴ്സ് എന്ന് പറഞ്ഞ നാടകത്തിലെ പോലെ ഇത് എങ്ങും എത്താത്ത രീതിയിലൊരു അന്വേഷണവും, ഇതിനകത്തൊരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു മണി ലോണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡിസ്ക്രിപ്പൻസീസ് 1.78 2.78 തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഒഴുക്ക്, ഇതിന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പ്രയോജനം ഉണ്ടായിട്ട്, മുമ്പ് സെലക്റ്റീവ് ലീക്കേജ് ആയിരുന്നു. ഇപ്പൊ സഹായം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ലീക്കേജിന്റെ രീതിയിലല്ല സഹായം കൊടുക്കുന്നത്. അവർ സഹായം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഡയറിയിൽ പേരുകൾ കണ്ടു, ആ പേരുകൾ കണ്ട ഇപ്പം ഫോൺ നമ്പർ ചിലപ്പോൾ മൊബൈലിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും. മൊബൈൽ ഇപ്പോൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മൊബൈലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ക്ലൗഡിലില്ലാതെ അത് ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കുന്നവരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കും. ആ ഡയറി എടുത്തിട്ട് പുതിയൊരു തെളിവായിട്ട് കൊണ്ടുവരുന്നു, പിടിമുറുകുന്നു, കുറുക്ക് മുറുകുന്നു, എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കാണുമ്പോൾ സത്യത്തിൽ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയ മാനേജർമാരടക്കമുള്ള മുഴുവൻ ആളുകളെ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുന്നു, അതിന്റെ പുട്ട വിമലാദിത്യയെ ആ ചാർജിൽ നിന്ന് ഒഴിവാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻ തൂഫാൻ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു 20 രൂപയുടെ ഒരു അധികം ചാർജ്, ഓട്ടോ ചാർജ് മേടിച്ചെന്ന് പറഞ്ഞ് എത്ര നാൾ ക്രൂശിച്ചതാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം. ഈ ന്യൂസ് 18 ഞാനത് പറയുന്നില്ല, അങ്ങനെയുള്ള മാധ്യമങ്ങൾ. അവരാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ പണവും നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഡോക്ടർ B. ജയരാജ് അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇന്ന് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ED അന്വേഷണം നീളുന്നത് വെറുതെ ഒരു പ്രഹസനം എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിന് കേസിന്റെ ആ ഒരു മെറിറ്റ് ഉണ്ടല്ലോ. അവിടെ CMRL തന്നെ സമ്മതിച്ചതാണ് എക്സാലോജിക്കിനും വീണ വിജയനും സേവനം നൽകാതെ തന്നെയാണ് ഈ പണം കൈമാറിയത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം SFIO നടത്തി, അതിൽ അന്വേഷണ റിപ്പോർട്ട് നൽകി. EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കൈമാറിയ പണത്തിന്റെ അളവിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു കേസുണ്ട്, അതിന് മെറിറ്റുമുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിന് ആ ഒരു ആഗ്രഹമുണ്ട്, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്?
എന്തിനാണ് വീണ വിജയനും എക്സാലോജിക്കിനും CMRL സേവനം നൽകാതെ ഈ പണം കൈമാറിയത്? ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ചർച്ചകൾ വേണ്ടിവരും. അങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുകയും ചെയ്യും. ശ്രീ പണിക്കർ, EDയുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുവെന്നാണോ താങ്കൾ കരുതുന്നത്? അതോ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഓരോ തവണയും പൊങ്ങി വരും, അത്രയേ ഉള്ളൂ എന്നാണോ? ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ EDയെ കുറ്റപ്പെടുത്തേണ്ടുന്ന രീതിയിലത്തേക്കോ ഉള്ള ഒന്നും നമ്മുടെ മുന്നിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കറിയാവുന്നത്, ഇതിൽ നേരത്തെയും അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സ്ഥലത്തൊക്കെയാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത് എങ്കിൽ അതിനൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ റെയ്ഡ് നടത്തിയതാണ്. അപ്പോൾ ആ സമയത്ത് ഈ സഖാക്കൾ എല്ലാവരും കൂടി എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച്, ED ഉദ്യോഗസ്ഥർക്കെതിരെ അവരെങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അസംബന്ധ നാടകമാണ് എന്ന് ശ്രീ ജയരാജ് പറയുന്നു. അത് അസംബന്ധ നാടകമായിരുന്നു സത്യത്തിൽ? ആ റെയ്ഡായിരുന്നു അസംബന്ധ നാടകം, അതോ അതിനെ തുടർന്ന് അതിനോട് എങ്ങനെയാണ് CPMന്റെ സഖാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് എന്നുള്ളതായിരുന്നു അസംബന്ധ നാടകം? പിന്നീട് എത്രയോ നാള് ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അന്വേഷണ ഏജൻസി, അത് സംസ്ഥാനത്തിൻ്റെതായിക്കോട്ടെ കേന്ദ്രത്തിൻ്റെതായിക്കോട്ടെ, അവരുടെ മുന്നിൽ കിട്ടുന്ന ലീഡുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതല്ലാതെ ഒരു കേസിന്റെ എൻഡ് ടു എൻഡ് പൂർണ്ണമായിട്ടുള്ള വിവരം ആരെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനനുസരിച്ച് കുറ്റപത്രം കൊടുക്കുകയുമല്ല. ഒരു കേസ് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി ഉണ്ടോ, അത് മണി ലോണ്ടറിങ് എന്ന രീതിയിലത്തേക്ക് സംശയിക്കാൻ പറ്റുന്ന കാര്യമാണോ, ആ ഫണ്ട് മറ്റെവിടോട്ടെങ്കിലും അത് മാറ്റിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസി പിന്നെ കണ്ടുപിടിക്കേണ്ടത്? നിശ്ചയമായിട്ടും അവർക്ക് കിട്ടുന്ന ലീഡിൽ നിന്നാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയിലെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന CPMലെയും മറ്റാൾക്കാർ, അതെനിക്ക് മനസ്സിലാക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ സ്ഥലത്തേക്ക് ഇത് പോകുന്നത് കേവലം അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറിയിൽ ഇവരുടെ മൊബൈൽ ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്നത് കൊണ്ടല്ല, ക്ലൗഡ് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് മൊബൈലിലെ നമ്പർ എഴുതി വെച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ മൊബൈൽ നമ്പർ എഴുതി വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഒരു അന്വേഷണ ഏജൻസിയും, നമ്മുടെ നാട്ടിലെ പോലീസ് ആയിക്കോട്ടെ, വിജിലൻസ് ആയിക്കോട്ടെ, ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരിക്കലും ഒരാളിന്റെയും വീട് തപ്പി പോവുകയില്ല. മറിച്ച് അവിടെ ഉണ്ടായിരുന്നത് നമ്പർ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും വിവരമായിരിക്കും, ഈ കേസുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് വാസ്തവമായിട്ടുള്ള ഒരു ലീഡാണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ഏജൻസിക്ക് കഴിയുന്നത് ഒരു റെയ്ഡ് നടത്തുമ്പോഴാണ്. അതല്ലാതെ മുൻകൂടി നോട്ടീസ് കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു റോങ് ഫൈനാൻഷ്യൽ ആംഗിൾ ആണ് എങ്കിൽ അവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്, അല്ല. അപ്പോൾ അതിൽ ബേജാറാകേണ്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും തന്നെ അതിൽ എതിരഭിപ്രായം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ CPM കേരളത്തിൽ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. അവർ എത്രയോ കേസുകൾ അവരുടെ സമയത്ത് അവരുടെ പോലീസിനെ കൊണ്ടും വിജിലൻസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും അന്വേഷിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഏതെല്ലാം വീടുകളിൽ ആരുടെയെല്ലാം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് CPM ഞങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ ഡയറിയിൽ ഒരു മൊബൈൽ നമ്പർ കണ്ടതിന്റെ പേരിലാണ് ഈ അന്വേഷണം എന്ന രീതിയിലത്തേക്ക് വാദിച്ചോ? വാദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഈ കേസിൽ ഇപ്പോൾ ആരുടെയൊക്കെ വീട്ടിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, ആരുടെയൊക്കെ സ്ഥാപനത്തിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, അവർക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം വരില്ല. അത് മാത്രമല്ല, പുതിയ ചില സ്ഥാപനങ്ങൾ കൂടി ഇതിന്റെ പരിധിയിലേക്ക് വരികയാണല്ലോ. അങ്ങനെയാണല്ലോ ഈ ലേക്കറിന്റെ അല്ലെ, അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേര് കൂടി ഇതിലേക്ക് വന്നത്. അതുകൂടി EDയുടെ ഇന്നത്തെ ഈ റെയ്ഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. അല്ല, അത് സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് നിക്ഷേപമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നോക്കുക. അതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരു കേന്ദ്ര ഏജൻസി തീരുമാനമെടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കാരണം ഇവിടെ ഏതാണ്ട് 2.25 കോടി രൂപ അവര് സേവനമൊന്നും കൊടുക്കാതെ വാങ്ങി എന്നുള്ളതാണ് അവരുടെ മേലുള്ള ആരോപണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ഈ 2.25 കോടി രൂപ മറ്റേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് റീറൂട്ട് ചെയ്തിട്ടുണ്ടോ, അതിലൊരു ലോണ്ടറിങ്ങിന്റെ അഡീഷണൽ ആയിട്ടുള്ള ആംഗിൾ ഉണ്ടോ, അതിൽ എവിടെയെങ്കിലും ലെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അതൊക്കെ എങ്ങനെ അന്വേഷിക്കേണ്ടത്? ഈ അന്വേഷിക്കുന്നത് ആർക്കെതിരെയാണ്? അവരൊരു ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വവുമായി ബന്ധമുള്ള ആളാണ് എന്ന് കരുതി അന്വേഷണ ഏജൻസി മിണ്ടാതെ കൈയും കെട്ടിയിരിക്കണം എന്ന രീതിയിലത്തേക്ക് നമുക്ക് കരുതാൻ കഴിയുമോ? ഇവിടെ നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കഴിയുമോ? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴി നോക്കണം. SFIOയ്ക്കും EDക്കും ഒക്കെ മുന്നിൽ അവർ കൊടുത്തിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട് ചിലത് നമുക്ക് ആ ഡോക്യുമെന്റ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ ഇവരെ സമർത്ഥിക്കുന്ന കാര്യം എന്താണ്? അവർക്കെതിരെ ഈ അന്വേഷണ ഏജൻസികളെല്ലാം പറഞ്ഞിരിക്കുന്ന ചാർജിൽ അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ല.
അതായത് പണം വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിലോ സേവനം നൽകിയിട്ടില്ല എന്ന കാര്യത്തിലോ ഒരു തരത്തിലുള്ള എതിരഭിപ്രായവുമില്ല. സേവനം കൊടുത്തിരിക്കുന്നവർക്കോ സേവനം കിട്ടിയിരിക്കുന്നവർക്കോ അവിടെ സേവനം രേഖപ്പെടുത്താനോ അതിന്റെ തെളിവ് കാണിക്കാനോ അവരുടെ കയ്യിലില്ല. എന്നാൽ പണം കൊടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ ട്രെയിലുണ്ട്. GST അടച്ചിട്ടുണ്ട് എന്നുള്ള വാദവും ഉന്നയിക്കുന്നുണ്ട്. GST അടച്ചു, അതുകൊണ്ട് അത് കള്ളപ്പണ ഇടപാടല്ല എന്നുള്ള കാര്യവും അല്ലേ? അല്ല, GST അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് കള്ളപ്പണ ഇടപാട് എന്നതിനപ്പുറത്തേക്ക് നോക്കൂ. നമുക്ക് പണം പല രീതികളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുകയോ ബ്ലാക്കായിട്ട് വാങ്ങുകയോ എന്തും ചെയ്യാം. GST അടച്ചു എന്ന് കരുതി അതൊരു സേവനമില്ലാതെ കൊടുത്തിരിക്കുന്ന പണം അല്ലാതെയായി മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ശ്രീ മാത്യു കുഴൽനാടൻ അടക്കം ഈ GST അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അതല്ല അതിലെ പ്രധാനപ്പെട്ട ആംഗിൾ എന്ന് ഞാൻ ഉൾപ്പെടെ നിരവധി ആൾക്കാർ അന്ന് ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ മിസ്ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവർ സേവനം കൊടുക്കാതെ അവർ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ സേവനം എന്താണ് എന്നുള്ളതാണ്. ആ സേവനവും ഈ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ചേർന്നങ്ങ് പോകുന്ന കാര്യമല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടവർ GST അടച്ചിട്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് GSTയുടെ പെനാൽറ്റിയോ കാര്യങ്ങളോ ചേർത്ത് അടച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അവർ സേവനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതില്ല എന്ന് പറയുന്നു. അങ്ങനെ സേവനം നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിക്കാനായിട്ട് തെളിവുകളില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം IT സേവനമാണ്. അതല്ലാതെ ഒരാളിനെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് അത് പഴയ രീതിയിൽ. മാത്രമല്ല ഡോക്ടർ ബി ജയരാജ്, ഇത് SFIയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല വീണ വിജയന്റെ മൊഴിയുമുണ്ട്. സേവനം നൽകിയതിന് രേഖകൾ ഹാജരാക്കാൻ അവർക്ക് പറ്റിയതുമില്ല. അത് മാത്രമല്ല ഈ പറയുന്ന CMRLന്റെ അധികൃതരുടെ മൊഴിയിൽ പറയുന്നത് ആവശ്യമായ സേവനം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. സേവനം കിട്ടാതെ തന്നെയാണ് ഇത്രയും പണം നൽകിയത് എന്നുള്ളതാണ്. 2.78 കോടി രൂപ നൽകിയത് എന്നതാണ്. അത് എക്സാലോജിക്കിനും വീണ വിജയനും ചേർത്താണ് നൽകിയത്. ഓരോ മാസവും 5 ലക്ഷവും 3 ലക്ഷവും വീതം അവരുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. EDയുടെ അന്വേഷണം അതാണ്. SFIO നേരത്തെ തന്നെ കണ്ടെത്തലുകളെല്ലാം നടത്തിയതാണ്. ഡോക്ടർ ബി ജയരാജ്, ഇതിനകത്ത് മണി ട്രെയിലിനേക്കാളും ഉപരിയായിട്ട് വരേണ്ടത് നമ്മളിതിനകത്ത് നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ ആണെങ്കിൽ സെലക്റ്റീവ് ലീക്കേജ് ആയിരുന്നു. നേരത്തെ ഒരു ഡയറി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറെ ഇനിഷ്യൽസ് എഴുതി വെച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ അന്വേഷണം. രണ്ടാമത്തെ ഡയറി ഇപ്പോഴത്തെ ഒരു പുതിയ ഡയറിയുമായിട്ട് വന്നിരിക്കുന്നു. ഇത്രയും നാളായിട്ട് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? പേയ്മെന്റ് വേറെയാണ്, മണി ലോണ്ടറി വേറെയാണ്. ഇത് മണി ലോണ്ടറി ആക്ടിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കേസെടുക്കുക എന്നുള്ള കാര്യത്തിൽ അത് ഫ്ലിംസി ഗ്രൗണ്ട് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ വാദം പൊളിഞ്ഞുപോയി. ED അന്വേഷിച്ചു, SFI അന്വേഷിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നില്ല? ക്വസ്റ്റ്യനിങ് ചെയ്തു, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തി. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തെ വീട്ടിൽ റെയ്ഡ്, പഴയ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് ഇപ്പോഴിത് വന്ന എന്താണ്? മെറ്റയിൽ നിന്ന്, അതായത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ പത്രസ്വാതന്ത്ര്യത്തിന് മേലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഒരു സംഭവമേ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എവിടെ വിലക്ക് ഏർപ്പെടുത്തി? ആര് വിലക്ക് ഏർപ്പെടുത്തി? ആര് വിലക്ക് ഏർപ്പെടുത്തി? അതാണ്. അതുപോലെ ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കാര്യം ഞാൻ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കി. ഞാൻ പറയുന്നത് കേൾക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, മെറ്റ ബാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു കുട്ടി സഖാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യന്റെ ഇൻസ്റ്റാഗ്രാം 2 മില്യൺ കടന്നപ്പോഴത്തേക്ക് അതിന് ബാൻ ചെയ്തത്? എങ്ങനെയാണ് ഇതിന്റെ കാർഡുകൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായത്? ഇതിനെല്ലാം പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഗവൺമെന്റിൽ ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ ബി ജയരാജ്, സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ്. താങ്കൾ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെതിരായുള്ള കാർഡുകൾ മെറ്റ നീക്കം ചെയ്തു എന്നുള്ളതാണല്ലോ. എന്ത് ആവശ്യം സർക്കാരിൽ നിന്ന് പോയിട്ടുണ്ട്? അതിനെക്കുറിച്ച് എന്ത് വിവരമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് പങ്കുവയ്ക്കൂ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ, സർക്കാർ അങ്ങനെ ഒരു ആവശ്യം മെറ്റയ്ക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടില്ല. പറയൂ. അതങ്ങനെ നാഴികയ്ക്ക് 100 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്കുകൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും മഞ്ജുഷ്? വരുന്ന ദിവസങ്ങളിൽ അതിന്റെ തെളിവുകൾ വരും. അതാണെങ്കിൽ താങ്കൾ വിഷയം അതല്ല എങ്കിൽ പോലും താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് മെറ്റയിൽ നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഞാൻ ഡോക്ടർ ബി ജയരാജ്, മെറ്റയിൽ നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ താങ്കൾ പറയുന്നത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സർക്കാർ പറഞ്ഞതനുസരിച്ചാണ് മെറ്റ ഇങ്ങനെ നീക്കം ചെയ്തത് VD സതീശനെതിരായ കാർഡുകൾ എന്നാണല്ലോ. പക്ഷേ മെറ്റയുടെ വിശദീകരണം എന്താണ്? ആ ഇമെയിലിൽ പറയുന്നത്, ആഫ്റ്റർ തറ consultation with our team,
we can confirm that the takedown was executed in compliance with local legal requirements rather than due to a technical error എന്നാണ്. സാങ്കേതികമായ പ്രശ്നമല്ല, പക്ഷേ ഇൻ കംപ്ലയൻസ് വിത്ത് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് എന്നാണ്. അതിലെവിടെയാണ് സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരിടത്തും പറഞ്ഞിട്ടില്ല. മെറ്റയുടെ വിശദീകരണം അതാണ്. ഇതിനകത്താണ് ലോക്കൽ ലീഗൽ, ഇതാണ് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് എന്നുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇന്റലക്ച്വലി ചാലഞ്ച് എന്നുള്ളത് ഇന്റലക്ച്വലി റിട്ടാർഡഡ് എന്ന് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ പറയുന്നത് എന്താണ്? ഇന്റലക്ച്വലി ചാലഞ്ച് എന്നാണ്. അതുപോലെയാണ് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്. ഏത് ലൊക്കാലിറ്റിയുടെ റിക്വയർമെന്റ്? ഗവൺമെന്റിനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ. ആരുടെ നിയമം എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ നിയമം. പിന്നെ വേറെ എന്തെങ്കിലും നിയമം ഉണ്ടാവുമോ? അതനുസരിച്ച് പ്രത്യേക നിയമം സർക്കാർ ആവശ്യപ്പെടണോ? രാജ്യത്തെ നിയമം അനുസരിച്ച് അവർ നീക്കം ചെയ്തു എന്നാണ് പറയുന്നത്. ശ്രീത് പണിക്കർ, ഞാനതാണ് വളരെ കൃത്യമായിട്ട് മഞ്ജുഷേ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ വളരെ കൃത്യമായിട്ട് VD സതീശന് ഞാൻ പറയുന്ന കേക്ക്, വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ട് ഇത്തരം കാർഡുകൾ അപ്രത്യക്ഷമാവുന്നു, ഇത്തരം സൈറ്റുകൾ അപ്രത്യക്ഷമാവുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാവുന്നു. ഇതൊന്നും ഗവൺമെന്റിൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഈ ലോക്കൽ ലീഗൽ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം എടുത്തു മാറ്റിയതാണെന്ന് കരുതാൻ അത്ര വലിയ നിഷ്കളങ്കനൊന്നും അല്ല ഞാൻ. അത്രേ എനിക്ക് അങ്ങനെ അങ്ങ് മനസ്സിലാക്കാൻ, കണ്ണടച്ച് ഇരുട്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല മഞ്ജുഷേ. താങ്കളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീത് പണിക്കർ, താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഇല്ല, നോക്കൂ, പല വിഷയങ്ങളിൽ മഞ്ജുഷിന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ ഒരു VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാരണമുണ്ട് എന്ന് പ്രാഥമികമായിട്ട് പോലും ഒരാളിൻ്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് CPM-ന് സാധിക്കുന്നില്ല. ഇത് കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സർക്കാരിൻ്റെ ഓർഡറാണ് എന്ന് പറയുന്നതിന് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വേണം. മെറ്റയുടെ വിശദീകരണം എന്താണ്? മെറ്റ പറയുന്നതനുസരിച്ച് അവർ പലപ്പോഴും കോണ്ടന്റ് മാറ്റുക എന്ന് പറയുന്നത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുക. മറ്റൊന്ന്, അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയാണ് എന്ന് അവരുടെ ഭാഗത്ത് തന്നെ വിശദീകരണം ഉണ്ട് എങ്കിൽ പിന്നെ സർക്കാർ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിലത്തേക്ക് ഇതിനെ ആരോപിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തുടർച്ചയായിട്ടുണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ എത്രത്തോളം ആ വിഷയത്തിനെ ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരു പ്രശ്നം, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മെറ്റ തന്നെ ഒരു വിശദീകരണം നമ്മൾ ഇറക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്യുന്ന രീതിയിലത്തേക്ക് നമ്മൾ പിന്നീട് അതിൽ സർക്കാരിന്റെ താല്പര്യമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. അത് ആരോപിക്കുന്നവരാണ് പറയേണ്ടത്, അല്ലാതെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു VD സതീശനോ നരേന്ദ്രമോദിയോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ആ രീതിയിലത്തേക്ക് സെൻസർ ചെയ്യുന്നതിനോ ഗാഗ് ഓർഡർ ഇറക്കുന്നതിനോ ഒന്നും തന്നെ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാവുക. ഒരു ദിവസത്തേക്കോ ഏതാനും മണിക്കൂറുകളിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കിങ്ങോ ഗാഗിങ്ങോ ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമൊക്കെയാണ് ഇത് ആരെങ്കിലും കോടതിയിൽ പോവുകയോ റെഗുലേറ്ററി ബോഡികളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാവുക. അപ്പൊ അതൊന്നും ഇവരെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തല്ല അവരെങ്ങനെ പറഞ്ഞിരുന്നു? ശ്രീ VD സതീശൻ തന്നെ നേരിട്ട് വലിയ കുറ്റക്കാരനും അഴിമതിക്കാരനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുനർജനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവസാനം അതിന്റെ വിധി വന്നിരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണം പോലും നേരിട്ടിരുന്ന ഒരു വ്യക്തി ആ സമയത്ത് ഒന്നും തന്നെ ഉണ്ടാകാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെറിയ ആരോപണങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. CPM ഈ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വീണ വിജയന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അന്ന് ED റെയ്ഡ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ നടന്നപ്പോൾ ED ഉദ്യോഗസ്ഥരെ തടഞ്ഞത് തന്നെ ഒരു വലിയ അബദ്ധമായിരുന്നു. അതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തന്നെയല്ല. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അല്പം മുമ്പ് ശ്രീ ജയരാജ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മണി ലോണ്ടറിങ്ങിന്റെ വാദം പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പൊളിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി ഇല്ല എന്ന് ED പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? അദ്ദേഹം പറയുന്നത് നേരത്തെ അന്വേഷിച്ചു വന്നിരുന്ന ആരോപണങ്ങൾക്കൊന്നും കുറ്റപത്രം സമർപ്പിച്ചില്ലല്ലോ. നേരത്തെ എവിടെയൊക്കെ ലൂസ് ഷീറ്റുകൾ, അതിനെന്തെങ്കിലും തെളിവ് ഇതുവരെ നേരത്തെ പറഞ്ഞ ന്യായമാണ്. ശ്രീത്തെ ഒരൊറ്റ സെക്കൻഡ് ശ്രീത്തെ ഒറ്റ സെക്കൻഡ് നേരത്തെ പറഞ്ഞ ന്യായമാണെങ്കിൽ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? മണി ലോണ്ടറിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ശ്രീത്തെ ഇവരുടെ കയ്യിൽ എടുത്തു കാണിക്കാൻ വേണ്ടി? ആരോപണം അല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇതുവരെ ഇവര് ആരോപണം നടത്തുന്നതല്ലാതെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനെ ന്യായീകരിക്കുകയും മറ്റേ ഇത് രണ്ടിടത്ത് മാറ്റി മാറ്റി പറയുന്നത്
താങ്കളുടെ ചോദ്യം ഞാൻ കേട്ടല്ലോ. ഇനി ഞാൻ താങ്കൾക്ക് മറുപടി അതിനൊരു ന്യായം, അതിന് തെളിവുണ്ടോന്നൊരു താങ്കൾ ന്യായം മിണ്ടാതിരുന്നാലേ ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ, ഇനി ഞാൻ എന്റെ സമയത്ത് പറയട്ടെ. SFIO ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. SFIO എടുത്തിരിക്കുന്ന വീണയുടെ മൊഴി അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഈ രീതിയിലത്തേക്കുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് SFIO കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണി ലോണ്ടറിംഗ് ആസ്പെക്ട് അവിടെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ED വരണം എന്നുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED ആ ചിത്രത്തിലേക്ക് വരുന്നു. എന്നിട്ടാണ് ED മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള ആംഗിളുകൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ഏജൻസി അന്വേഷിക്കുന്നത്. ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ ആ പ്രെഡിക്കേറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട് ഒരു ശുപാർശ ഉണ്ടാവുകയോ കോടതി നിർദ്ദേശം ഉണ്ടാവുകയോ അതല്ല എങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ്. താങ്കൾ ഈ സമയത്ത് ഓർക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിൽ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല എന്നും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ED അന്വേഷണം വേണ്ട എന്നും പറഞ്ഞ് കോടതിയിൽ പോയിരുന്നത് ആരാണ്? ഞങ്ങൾ ഇതിൽ തെറ്റുകുറ്റക്കാരല്ല എന്നല്ല പറഞ്ഞിരുന്നത്. EDയുടെ അന്വേഷണം ഇവിടെ അസാധുവാണ് എന്ന് സ്ഥാപിക്കാനാണ് പലരും ശ്രമിച്ചത്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു? അന്വേഷണം തുടരാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ? കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള ബോധ്യം എന്ന് പറയുന്നത് EDക്ക് ആ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ തെളിവ് താങ്കൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അന്വേഷണ ഏജൻസി അത് കണ്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ട്, നേരത്തെ അന്വേഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കോ നേരത്തെ ലൂസ് ഷീറ്റുകളിൽ പേരോ ഇനിഷ്യലോ എഴുതിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായില്ല എന്നോ അല്ലെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ അന്വേഷണം പൂർത്തിയായോ? കുറ്റപത്രം സമർപ്പിക്കുന്നത് അതിൽ കുറ്റപത്രം സമർപ്പിക്കാവുന്ന രീതിയിലത്തേക്ക് അന്വേഷിക്കുന്ന ആംഗിൾ പൂർത്തീകരിക്കുന്ന സമയത്താണ്. അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ നേരത്തെ വീണ താമസിക്കുന്ന SFIOയുടെ അന്വേഷണത്തിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ വിചാരണ സ്റ്റേ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കാത്തത്. അതെ, SFIOയുടെ ഓൾറെഡി കൊടുത്തു. ഞാൻ പറഞ്ഞത് EDയുമായി ബന്ധപ്പെട്ട് ED ഇവിടെ പിക്ചറിലേക്ക് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടന്നു. ശ്രീ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ റെയ്ഡ് നടന്നു. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ, ആ ഡയറിയിലെ പേരുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അന്വേഷണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലേക്ക്, രാഷ്ട്രീയ സഹപ്രവർത്തകരിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, മുമ്പ് റിയാസിന്റെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നപ്പോൾ ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ എന്താണ് മറ്റ് CPMന്റെ ആൾക്കാരിലെ ഇതിലേക്ക് പോകുന്നത്? ഒരുപക്ഷെ അത് ഫണ്ട് ട്രെയിൽ അന്വേഷിക്കുന്നതായിരിക്കാം. നമുക്കറിയുമോ? ഓരോ തവണയും അന്വേഷണം നടത്തുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന ആംഗിളാണ് അന്വേഷിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള വിശദീകരണം ഈ കേന്ദ്ര ഏജൻസികൾ പറയുന്നുണ്ടോ? പക്ഷെ അത് ജയരാജ് പറയുന്ന അവിടെ സെലക്ടീവ് ലീക്കേജ് ഉണ്ടാകുന്നു എന്നാണ്. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPMനെ താറടിക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ടീവ് ലീക്കേജ് എന്നായിരിക്കുമല്ലോ. അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ കഴിയുമോ? അതായത് അവിടെ നിന്ന് കിട്ടുന്ന രേഖകളിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള വിവരങ്ങളിൽ എന്താണ്, ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് കരുതി, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു യുവജന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് കരുതി അന്വേഷണ ഏജൻസി അയ്യോ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് കരുതുമല്ലോ, എങ്കിൽ നമ്മുടെ ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്താം എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? അവരെ സംബന്ധിച്ചിടത്തോളം ആ കേസ് അന്വേഷണം പൂർത്തിയാക്കുക. ഇതിലൊരു മണി ലോണ്ടറിംഗ് ഉണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കുക. ഇതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഫെയർ അല്ലാത്ത ട്രാൻസാക്ഷൻ ട്രെയിൽ ഉണ്ട് എങ്കിൽ അത് എക്സ്പോസ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന് ഒരു 5-8 പേരുടെ വീടുകളിലും മറ്റും അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കുറ്റപത്രം വരുന്ന സമയത്ത് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നക്കാരുമല്ലാത്ത ആൾക്കാരുടെ പേര് ഇതിലുണ്ടാവില്ല. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്താണ് ശരിയെന്ന് അവർ കുറ്റക്കാരായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് പിന്നീട് നിയമപ്രകാരം വിടുതൽ ചെയ്ത് മാറുന്നതിനുള്ള സംവിധാനമുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത്. അപ്പൊ ഞങ്ങൾ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ പാർട്ടി ബന്ധുക്കളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് അന്വേഷണം പോലും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ ഈ നാട്ടിൽ അന്വേഷണം നടക്കുന്നത്? ഈ പിടിച്ചെടുത്തിരിക്കുന്ന സാധനമെല്ലാം നമ്മുടെ മുന്നിൽ വെച്ച് കാണിച്ചിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ബോധിപ്പിച്ചിട്ടാണോ ഈ അന്വേഷണ ഏജൻസി? ഡോക്ടർ ബി ജയരാജ്, സാങ്കേതികമായി വൈദഗ്ധ്യമില്ലാത്ത ഒരു കമ്പനിക്കും ഒരു വ്യക്തിക്കുമാണ് 2.78 കോടി രൂപ നൽകിയിരിക്കുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു. ഇത് മാത്രമായിരുന്നു ഈ സാമ്പത്തിക ഇടപാടിന് പിന്നിലെ രഹസ്യം. അത് വെളിയിൽ വന്നപ്പോൾ നിങ്ങളതിൽ ശോഭിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ ബി ജയരാജ്. അപ്പോൾ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടത്തേണ്ടി വരും. ഇത് അത്ര എളുപ്പമുള്ള ഒരു അന്വേഷണമല്ല. ഇത് മണി ലോണ്ടറിംഗ് ഇടപാട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ED അതിൻ്റെതായ വഴിക്ക് നീങ്ങുകയാണ്. അതിനിടയിലാണ് രാഷ്ട്രീയ പ്രേരിതം എന്നും പറഞ്ഞുകൊണ്ട് പുകമറയുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിന് രണ്ടിനും രണ്ട് ന്യായം പറയരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാം. മെറ്റയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനകത്ത് എല്ലാവരും തൊണ്ട തൊടാതെ അങ്ങ് മഞ്ജുഷ് ഉൾപ്പെടെ അതങ്ങ് വിഴുങ്ങിയല്ലോ. ഈ ലോക്കൽ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് മെറ്റയല്ലേ അതിനകത്ത് വിശദീകരണം നൽകേണ്ടത്. ഈ കേസിന് കൊടുക്കാത്ത എനിക്ക് തോന്നുന്നില്ല മെറ്റയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരമാണ് നീക്കം ചെയ്തതെങ്കിൽ മെറ്റ ആ രീതിയിലുള്ള വിശദീകരണം നൽകും. തരട്ടെ, അതിനുള്ള സമയമുണ്ടല്ലോ. അല്ല, ഓക്കെ. അപ്പോൾ ഉടനെ തന്നെ അതിനെ നമ്മൾ വിധി എഴുതേണ്ടുന്ന കാര്യമല്ലല്ലോ, ഇനി സമയമുണ്ടല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ഇതിനെ മണി ലോണ്ടറി ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം എനിക്കിതുവരെ പറഞ്ഞിട്ടില്ല.
ഇതിനകത്ത് പൊളിറ്റിക്കൽ അസോസിയേഷൻ കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ന്യായം കൂടെ ഉണ്ട്. ഇപ്പൊ വീണ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകനായതുകൊണ്ട് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രം അതൊരു എന്താണ് അതിന് പറയുന്നത്, അതിന് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ന്യായം. ഒരു കാരണവശാലും അത് നടക്കുന്ന കാര്യമല്ല. അന്വേഷിച്ചു രണ്ടാമത്തെ ന്യായം അണ്ടർലൈങ് ഒഫൻസ് സസ്പീഷ്യസ് എന്താണ്, എന്ത് മൊഴിയാണ് വന്നത്? അല്ല, പിണറായി വിജയൻ അല്ല, അതുകൊണ്ടാണ് പണം നൽകിയത് എന്നുള്ളത്. അത് കർത്തയുടെ മൊഴിയുള്ളതല്ലേ? എന്ത് മൊഴി? കർത്തയുടെ മൊഴി. കർത്തയെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നേരത്തെ കർത്തയുടെ ഓഫീസിൽ ഒരാളുടെ മൊഴിയായിരുന്നു, അയാൾ അവിടുന്ന് പോയി പിരിഞ്ഞു പോയ ഒരാളുടെ മൊഴിയായിരുന്നു. അതിനുശേഷം കർത്തയുടെ മൊഴിയായിട്ടാണ് ഇതിനകത്ത് ഇത് ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതൊന്നുമല്ല. ഇത്തരം വിഷയങ്ങൾ കത്തിക്കയറി വരുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയൊരു ട്രെയിലുമായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയും റെയ്ഡുകൾ നടക്കും. ഇതുപോലുള്ള റെയ്ഡുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് റെയ്ഡുകൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്ത് വള്ളംകളി നടന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. കൊല്ലത്ത് വള്ളംകളി നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ഒരു സിനിമാ നടിയെ കയറി ഇത് ചെയ്തു, മോളസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസിന്റെ, ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരിലൊരു കേസ് വന്നു. ആ സമയത്ത് അന്ന് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സകല ഫോട്ടോഗ്രാഫർമാരുടെയും വീട്ടിൽ കയറി കമ്പ്യൂട്ടറും അതും ഇതും അവരുടെ ബന്ധുക്കളും ഈ ഫോട്ടോഗ്രാഫർമാരുടെയും പത്ര ഓഫീസിൽ ബന്ധപ്പെട്ടവരുടെയും എല്ലാവരുടെയും വീട് കയറി ഇറങ്ങി മുഴുവൻ അവരുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതിന്റെ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അന്ന് രാത്രി മുഴുവൻ കൊല്ലം ജില്ലയിലുള്ള ഫോട്ടോഗ്രാഫർമാർക്കോ അവരുടെ ബന്ധുക്കൾക്കോ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പോലീസ് റെയ്ഡായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്റെ വീടിന് തൊട്ടപ്പുറത്ത് ഹിന്ദുവിന്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലടക്കം അയാളുടെ വൃദ്ധയായ മാതാവിനെ വിളിച്ചുണർത്തിക്കൊണ്ടാണ്, അദ്ദേഹം ആ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു, എന്നിട്ട് പോലും അവിടെ കയറി റെയ്ഡ് ചെയ്ത് അങ്ങേരുടെ കമ്പ്യൂട്ടറും ക്യാമറയും എല്ലാം എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ റെയ്ഡുകൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് റെയ്ഡ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാം നമുക്കിങ്ങനെ കയറി ഇറങ്ങി റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചെയ്യാം, റിപ്പീറ്റഡ്ലി ഇതിന്റെ പേരിൽ ഹരാസ് ചെയ്യാം. ഈ നേരത്തെ തന്നെ കുറെ കേസിന് മുമ്പിൽ സ്വർണ്ണ കേസിന്റെ കേസിൽ ഇതുപോലെയുള്ള റെയ്ഡുകൾ പല കേസിലെ ഏജൻസികൾ വന്നു. എന്നിട്ട് ഇതുവരെ ആ സോഴ്സ് കണ്ടുപിടിച്ചെങ്കിലും എങ്ങോട്ടാണ് ഈ പണം പോയത് അല്ലെങ്കിൽ സ്വർണ്ണ ആർക്കാണ് കൊണ്ടുവന്നതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇഡിയുടെ കൺവിക്ഷൻ റേറ്റ് അറിയാമല്ലോ, എത്ര ശതമാനം കുറവാണ്, 3% മറ്റും കൺവിക്ഷൻ റേറ്റുള്ള ഒരു പ്രസ്ഥാനമാണ് ഇ ഡി. അപ്പൊ ഇ ഡിയെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരെ അഴിമതിയുടെ കറപുരത്തി നിർത്താൻ വേണ്ടിയിട്ടും അങ്ങനെ അതിനു വേണ്ടിയിട്ട് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ചില ആക്ടുകളാണ്. സെൻട്രൽ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് എന്ത് മാർഗങ്ങൾ വേണമെങ്കിലും അവരിത് ചെയ്യാറുണ്ട്. അവർ അന്വേഷിക്കട്ടെ, അത് പക്ഷേ മാന്യമായ അന്വേഷണം നടക്കട്ടെ. ഇതുവരെ ഒരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ നല്ല രീതിയിൽ ഒരു കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വന്നിട്ട് ഇത്തരം റെയ്ഡ് നാടകങ്ങൾ നടത്താം. പോട്ടെ, അവർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ശരി, ശ്രീ സിബി സത്യൻ കൂടി ചേരുകയാണ്. ശ്രീ സിബി സത്യൻ, ഇത് റെയ്ഡ് നാടകമെന്നാണോ താങ്കൾ കരുതുന്നത്? ഡോക്ടർ ബി ജയരാജ് പറയുന്നത് പ്രഹസനമാണെന്നാണ്. ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, മണി ലോണ്ടറിംഗ് തെളിയിക്കാൻ കഴിയുന്നില്ല, ഇ ഡി പക്ഷേ ഈ അന്വേഷണം തുടരുന്നു, അത്രയേ ഉള്ളൂ എന്ന്. മഞ്ജുഷ്, ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം പക്ഷേ വളരെ വളരെ സ്ലോവിലാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആക്ച്വലി ഇത് ഒരു 2 അല്ലെങ്കിൽ 4 കോടി രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു കേസാണ്. അതിനകത്ത് ഈ ഇ ഡി ചെലവാക്കുന്ന ഇത്രയും റെയ്ഡ്, നാടകങ്ങൾ തുടങ്ങിയ കലാപരിപാടികളുടെയൊക്കെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അവർക്ക് വളരെ സിമ്പിളായിട്ട് വളരെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്യാവുന്ന ഒരു കേസാണ്. കാരണം ഇൻകം ടാക്സ് അപ്പലേറ്റ് കൗൺസിൽ ഓൾറെഡി അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിങ് ആണ് എന്നുള്ളത്. അപ്പൊ ഇനി അത് ഇ ഡി അന്വേഷിക്കുന്നു. ഇ ഡി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ വീട്ടിലടക്കം കയറി റെയ്ഡ് നടത്തുന്നു. ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് സംശയം തോന്നും. കാരണം ഇതിന്റെ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്ക് വീണ്ടും ഇത്രയും കേസും സംഭവങ്ങളൊക്കെ വന്ന ശേഷം വീട്ടിൽ സൂക്ഷിക്കാൻ മാത്രം മണ്ടന്മാരാണോ ആൾക്കാർ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഇത് കുറെയൊക്കെ ഒരു ഡ്രാമ ലെവലിലാണ്. കാരണം ഇത് വളരെ ഇതിനകത്ത് ഈ പറഞ്ഞ ശ്രീ ശശിധരൻ കർത്ത അടക്കമുള്ള ആൾക്കാര് മൊഴി കൊടുത്തിരിക്കുന്നത് ഈ പണം വെറുതെ കൊടുത്തതാണ്, അതിനുള്ള യാതൊരു സർവീസ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മണി ലോണ്ടറിങ് അടക്കമുള്ള ആക്ടിനകത്ത് ഓൾറെഡി പെടുത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ റെയ്ഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇ ഡിയെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നുകിൽ
CPM ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് BJP-യുമായിട്ടുള്ള ഒരു ഫർദർ അഡ്ജസ്റ്റ്മെന്റിന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ഫർദർ അഡ്ജസ്റ്റ്മെന്റിന് നിർബന്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണ്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ED ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഈ സർക്കാരിന്റെ കാലത്ത് വളരെ വളരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് EDയുടെ കൺവിക്ഷൻ റേറ്റ് ആക്ച്വലി നോക്കിയാൽ നേരത്തെ 93% കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ്. 93 മുതൽ 97% വരെ കൺവിക്ഷൻ റേറ്റ് ഉണ്ടായിരുന്ന ഏജൻസിയുടെ നിലവിലെ കൺവിക്ഷൻ റേറ്റ് വെറും 2% കുറഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ ഇത്രയും അറസ്റ്റുകൾ, ഇത്രയും രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ നടത്തിയതോട് കൂടിയിട്ട് ഈ ഒരു ED എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ, ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ വിശ്വാസ്യത പാടെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ചെറിയൊരു കേസ്, ഇത്രയും പൊളിറ്റിക്കൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ ഇതിനു മുമ്പ് തന്നെ അവർക്ക് തീർക്കാനും അവർക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ, അതിനകത്ത് നല്ലൊരു കേസ് ഉണ്ട് ഓൾറെഡി എന്നാണ് നമുക്ക് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതിനകത്ത് നല്ലൊരു കേസ് ഉള്ളപ്പോൾ ആ ഒരു കേസ് പഴുതടച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിന് പകരം ഈ കുറേയൊക്കെ ഡ്രാമ കളിക്കുന്നുണ്ടോ എന്ന രീതിയിൽ സംശയം വരുന്നെങ്കിൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ശരി, അങ്ങനെ ഒരു ഇഴഞ്ഞു നീങ്ങൽ കാണുന്നുണ്ടോ ശ്രീജിത്ത് പണിക്കർ? ഇത് അവസരം കിട്ടുന്ന സമയത്ത് മാത്രം ഉയർന്നു വരുന്ന ഒന്നായിട്ട്? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പേസിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകണം എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പല വിഷയങ്ങളും, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നോക്കൂ, അങ്ങനെയാണെങ്കിൽ വളരെ ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. എന്നിട്ട് അതിന്റെ അന്വേഷണം ഇവിടെയായി. അത് കോർട്ട് മോണിറ്റേഡ് ആയിട്ട് നടക്കുന്ന, നേരിട്ട് കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു കേസാണ്. നമ്മുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ അന്വേഷണം ഇതിനോടകം തന്നെ പൂർത്തിയാകേണ്ടതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഇനി അഡീഷണൽ ആയിട്ട് ആരെയും നിലവിൽ പിടിക്കാനില്ല. ഉള്ള ആൾക്കാരെ എല്ലാവരെയും പിടിച്ചു. അവരെ ചോദ്യം ചെയ്യുന്നതിന് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായി. ഈ സ്വർണത്തിന്റെ ട്രെയിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കാനുള്ള സമയം മതിയായിട്ട് അവിടെ കിട്ടി. പക്ഷേ എന്നിട്ടും അത് നടക്കുകയാണ്. അപ്പോൾ ഒരു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഒരു സ്വീറ്റ് ടൈം എടുത്തിട്ടായിരിക്കും അവരത് ചെയ്യുക. നമ്മുടെ എക്സ്പെക്ടേഷനെ അത് എല്ലായ്പ്പോഴും മാച്ച് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. പിന്നെ ശ്രീ സിബി സത്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വാസ്തവ വിരുദ്ധമാണ്. അദ്ദേഹം ഇതിനെ വെറും 2.25 കോടി രൂപയുടെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ ആയിട്ട് അദ്ദേഹം ഇതിനെ പരിമിതപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല അതിന്റെ ഒറിജിനൽ കേസ് എന്ന് ശ്രീ സിബി മനസ്സിലാക്കണം. 182 കോടി രൂപയാണ്, മഞ്ജുഷ് അറിയില്ലേ? 182 കോടി രൂപയുടെ കള്ളപ്പണം, അതായത് ഫേക്ക് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് ഒറിജിനൽ കേസ്. 182 കോടി രൂപ സൈഫൺ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് CMRL മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് അതിലെ പ്രധാനപ്പെട്ട കേസ്. അതിലുള്ള കാര്യങ്ങളെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തല്ലോ. പിന്നെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? അതിൽ കേവലം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു 2.25 കോടി രൂപ എന്ന് പറയുന്നത് സേവനം കിട്ടാതെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കും അവർക്ക് വ്യക്തിപരമായിട്ടും കൊടുത്തിട്ടുണ്ട് എന്ന കേസ് മാത്രമാണ്. അതിനെ മാത്രം പ്രൊജക്ട് ചെയ്തിട്ടാണ് സിബി പറയുന്നത് ഇതൊരു ചെറിയ തുകയുടെ കണക്കാണ് എന്ന്. അല്ല, ആ കേസിന്റെ നമ്മൾ അതിന്റെ നാൾവഴികൾ എടുത്ത് നോക്കൂ. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ ഫൈൻഡിങ് നോക്കൂ. 182 കോടി രൂപ. അത് കൂടാതെ 139 കോടി രൂപ ഇതിൽ ചെലവഴിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സെൽഫ് ജനറേറ്റഡ് വൗച്ചറുകൾ വഴിയാണ്. ആലോചിച്ച് നോക്കി, ഈ 182 കോടിയിൽ 139 കോടി സ്വന്തമായിട്ട് വൗച്ചർ എഴുതി ചെലവായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിലാണ് പല കാര്യങ്ങളും ഈ പല ആൾക്കാർക്കും കൊടുത്തിരിക്കുന്ന പണം, ഇപ്പൊ വീണയ്ക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന പണം പോലെയുള്ള പല പണത്തിനെയും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ലഡ്ജ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് 139 കോടി രൂപ അതിന് ചെലവാക്കിയിരിക്കുന്നത്. അതിലാണ് ഈ 2.78 കോടി രൂപ വന്നിരിക്കുന്നത്. എന്നിട്ടോ വേണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഇൻവോയ്സുകൾ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു 43 കോടി രൂപ അഡീഷണൽ ഉണ്ട്. ഇത് CMRL ചെയ്തതാണ്. അത് അവർക്കെതിരെയുള്ള ആരോപണമാണ്. ട്രാൻസ്പോർട്ട് ഡൈവേർഷൻ, അതിന്റെ ഭാഗമായിട്ട് 91 കോടി രൂപ. നമുക്ക് ഇതൊക്കെ ഈ നാട്ടിലുള്ള ഒരു നമ്മുടെ മുന്നിലുള്ള രേഖകൾ പ്രകാരം, ഏജൻസികളുടെ ഔദ്യോഗികമായിട്ടുള്ള റെക്കോർഡ് പ്രകാരമുള്ള കണക്കാണ്. അതിനെ നമ്മൾ വെറുതെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമുള്ള ഒരു കേസായിട്ട് ചുരുക്കുന്നത് എന്തിനാണ് ശ്രീ സിബി സത്യൻ? ഇത് 2.25 കോടി രൂപയുടെ ഇടപാടല്ല, 182 കോടി രൂപയുടെ ഇടപാടാണ് എന്ന് വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ വീണ വിജയനെ മാത്രമല്ല ഇവർ അന്വേഷിക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, 2.25 കോടി രൂപയുടെ കേസ് മാത്രമാണ് എങ്കിൽ, ഒരു സെക്കൻഡ് സിബി, ഒരു സെക്കൻഡ് ഞാൻ സംസാരിക്കട്ടെ. 2.25 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ് എങ്കിൽ കഴിഞ്ഞ മാസം ED എത്ര രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതെന്ന് മഞ്ജുഷിന് അറിയാമല്ലോ. 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18 കോടി രൂപയാണ് മരവിപ്പിച്ചത്. 2.25 കോടി രൂപയുടെ കേസ് മാത്രമായിട്ടുള്ള ഒരു ചെറിയ കേസായിരുന്നുവെങ്കിൽ 18 കോടി എന്തിനാണ് മരവിപ്പിക്കുന്നത്? അതിന്റെ എത്ര ഇരട്ടിയാണ് 18 കോടി രൂപ? 6 ഇരട്ടിയിൽ കൂടുതലാണ്. അപ്പൊ അതെന്തിനാ അത് ചെയ്തിരിക്കുന്നത്? അതിനർത്ഥം 182 കോടി രൂപയുടെ നിലവിൽ അക്നോളജ് ചെയ്യപ്പെട്ടിരിക്കുന്ന, അവരുടേതാണ്, ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എന്ന് അവർ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഇവർക്ക് ഇത് സൗജന്യം കിട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കേസേ അല്ല. CMRLന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ ഈ പണം എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നതിലെ ഒരു എൻറ്റിറ്റി മാത്രമാണ് വീണയും അവരുടെ കമ്പനിയും.
ബാക്കിയുണ്ട്. അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരെ ചോദ്യം ചെയ്യുന്നത്, അതുകൊണ്ടാണല്ലോ മറ്റുള്ള ആൾക്കാരുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത്. ഈ 242 അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് വീണ വിജയന്റെ ആണോ? അല്ല, മറ്റുള്ള പല ആൾക്കാരും അതിനകത്തുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ലഘുവായിട്ട് കരുതുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഫണ്ടമെന്റലി ആ കേസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് തെളിയിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇ ഡിയുടെ ട്രാൻസ്പെറൻസിയെ പറ്റിയോ ഇ ഡി ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ, അതൊക്കെ ഉണ്ടാവും. നോക്കൂ, അതിപ്പോ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള വിജിലൻസ് ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരിക്കുന്നത്? സിബി ഈ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച്, ക്രൈംബ്രാഞ്ച് ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ്? ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന്. പോലീസ് ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ്? ഇവിടുത്തെ സർക്കാരിന്റെ. അതേപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം അനുസരിച്ചാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. പക്ഷെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ നോക്കിയേ. ഇതിന്റെ മെറിറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇടപാട് എന്ന് പറയുന്നത് സത്യസന്ധമായിരുന്നാണോ ഫേക്ക് ആയിരുന്നാണോ CMRL സമ്മതിക്കുന്നത്? ശരി, സിബി അങ്ങനെയുണ്ടല്ലോ. CMRL തന്നെ ഇത് സത്യസന്ധമാണെന്ന് പറയുന്നില്ല. കാരണം സേവനം അവർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ അവർ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഈ 152 കോടിയുടെ കാര്യം ശ്രീത്ത് ഇവിടെ പറഞ്ഞത്. സിബി പക്ഷേ സിബി ലഘൂകരിച്ച് കാണുന്നു. മഞ്ജുഷ്, ഒരു കാര്യം, 2 സംസ്ഥാനങ്ങളിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആദ്യമായിട്ട് ഇതിൽ അന്വേഷിച്ചു. പിന്നീട് SFIയുടെ അന്വേഷണം ഇതിനകത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ അന്വേഷണം വന്നിട്ടുണ്ട്. ഈ ഏജൻസികളെല്ലാം രേഖാമൂലം കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മണി ലോണ്ടറിംഗ് ആസ്പെക്ട് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ED അതിലേക്ക് വന്നിരിക്കുന്നത്. രേഖകളുള്ള കാര്യമാണ്. അറിയുവാൻ ആഗ്രഹമുണ്ടല്ലോ ഈ ക്രൈം അത് തെളിയിക്കുക എന്നുള്ളത്. കാരണം അത്ര വലിയ ക്രൈം തന്നെയാണ്. കാരണം അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കാണ് ഈ പണം കിട്ടിയത്, ഈ 2.78. താങ്കൾ അതിനെ മാത്രം കണ്ടുകൊണ്ടാണ് ഇത് ലഘൂകരിച്ച് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ 182 കോടി അല്ല മഞ്ജുഷ്, ഞാനത് അതിനകത്ത് ഒരു 1-2 കാര്യങ്ങൾ പറയാം. ശ്രീത്ത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയുന്നത് CMRLന്റെ എതിരെയുള്ള കേസ് 185 കോടി രൂപയുടെ സൈഫനിങ് ഓഫ് കേസാണ്. അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വിധി ഈ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഇന്ററിം അപ്പലേറ്റ് കൗൺസിലിന്റെ അടക്കം വന്നിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് മണി ലോണ്ടറിംഗ് നടന്നിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കും, ഇപ്പൊ ഈ റെയ്ഡ് നടക്കുന്നത് ഭൂരിപക്ഷവും ഒരൊറ്റ പൊളിറ്റിക്കൽ കേസിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് ഈവൻ പിണറായി വിജയന്റെ വീട്ടിൽ പോലും പോയി റെയ്ഡ് നടത്തുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എക്സാലോജിക്കിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇന്ന് നടക്കുന്ന റെയ്ഡ്. ഈ റെയ്ഡുകളല്ല. എന്നാൽ CMRLന്റെ ഈ ബാക്കിയുള്ള ഈ 182.5 കോടി രൂപയുടെ കേസിൽ വലിയ റെയ്ഡും സംഭവങ്ങളൊന്നും എവിടെയും നടന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഒരു പക്ഷേ ഇനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താത്താണെന്ന് അറിയില്ല. പക്ഷേ ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ കൃത്യമായ ഒരു അതിർവരമ്പിലൂടെയാണ് ഇന്നത്തെ പല കാര്യങ്ങളും കടന്നു പോകുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം ശ്രീത്ത് പറഞ്ഞതുപോലെ ഇത്ര വലിയ ആത്മാർത്ഥതയൊന്നും ഈ ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇൻകം ടാക്സ് അപ്പലേറ്റ് കൗൺസിലിന്റെ വിധി കൃത്യമായി പുറത്തു വരികയും അക്കാര്യം മനോരമ അന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഏതാണ്ട് 6 to 8 മാസത്തിന് ശേഷമാണ് SFI ഇതിനകത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഒരു സെമി ജുഡീഷ്യൽ ബോഡി ഒരു കൃത്യമായിട്ട് മണി സൈഫണിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാസപ്പടിയാണ് എന്ന് കൃത്യമായിട്ട് അതിന്റെ വിധിയിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചതിന് ശേഷം ഏതാണ്ട് 8 മാസം എടുത്തു അടുത്ത ഒരു ഏജൻസിക്ക്, കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കാനായിട്ട്. അപ്പൊ അന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അപ്പം എന്തുകൊണ്ട് ഈ 6-8 മാസത്തോളം ഇവർക്ക് എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല എന്നുള്ള മുറവിളികളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുശേഷം SFI അന്വേഷണം കഴിഞ്ഞു. അതിനുശേഷം ED രംഗത്ത് വന്നു. ED രംഗത്ത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇടപാട് നടന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളായി ഇതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് പോകുന്നു. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡുകൾ പ്രഹസനങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കേസ് പ്രഹസനമാണ് എന്നല്ല. തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ റെയ്ഡുകൾ ആവശ്യമായി വരുമല്ലോ എന്തായാലും. അല്ല, ഞാൻ ഒരു സംഭവം ഞാൻ ചോദിച്ചോട്ടെ മഞ്ജുഷ. അതായത് നിങ്ങളൊരു ഇടപാട് നടത്തുന്നു, ഈ പറഞ്ഞ പോലെ ED അടക്കമുള്ളവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഇത് കഴിഞ്ഞൊരു 4 വർഷത്തിന് ശേഷവും നിങ്ങൾ ഇതിന്റെ രജിസ്റ്ററുകളും നിങ്ങൾ ഇതിന്റെ ഈ പറഞ്ഞതുപോലുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഒക്കെ നിങ്ങൾക്ക് ഒപ്പം സൂക്ഷിക്കും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിചാരിക്കുമോ? മുഖ്യമന്ത്രിയുടെ മകളെ പോലെ ഇത്രയും മികച്ച കൗൺസിലർമാർ നിയമം പറയുന്ന അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ നിയമം പറയുന്ന അനുസരിച്ച് റെയ്ഡ് നടത്തുക, അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും റെയ്ഡ് നടത്തുക എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്ക് വളരെ പ്രധാനമാണ്. കാരണം കോടതിയിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സാറേ അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, എന്തിനാ റെയ്ഡ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി കാലും ചുരുട്ടി ഓടിക്കോളാൻ പറയും. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്താണെന്ന് അറിയാതെ ഈ പോകുന്ന ആൾക്കാർ പൊട്ടന്മാരായിട്ടല്ല, അന്വേഷിക്കുന്ന ആൾക്കാർ മണ്ടന്മാരായിട്ടല്ല. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങളുടെ നേരെ അന്വേഷണം വരില്ലേ എന്ന് കരുതി ഇത് നേരത്തെ വേണമെങ്കിൽ ഇതിന്റെ രേഖകളോ കാര്യങ്ങളോ അവിടെ നിന്ന് നീക്കി വെക്കാൻ കഴിയാത്ത ആൾക്കാരായിട്ടല്ല. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്നൊരു കാര്യമുണ്ട്.
ED ഈസ് എംപവേർഡ് ടു കണ്ടക്ട് റെയ്ഡ്സ്. അവർക്ക് അതിന്റെ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററിലി റെയ്ഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഉദ്യോഗസ്ഥന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും അല്ല. ഈ ദിവസങ്ങളിലെ റെയ്ഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കിട്ടിയ പണത്തിന്റെ 188.5 കിട്ടിയ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്ഥിതി. ഇല്ല കിട്ടിയ എന്ന് പണം സിബിയോട് എങ്ങോട്ട് ആരാ പോയി പറഞ്ഞത്? എന്ന് കണ്ടെത്തുന്നതിന് സിബിയോട് വേണ്ടിയാണ്. ആരാ ഞാൻ പറഞ്ഞത്? കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. സിബി കണ്ടില്ല ഞാൻ എന്ന് കരുതി കണ്ടില്ല, അതുകൊണ്ടാണ് ഇതാണ് ഞാൻ പ്രശ്നം. ചോദിച്ചത്. സിബി കണ്ടില്ല എന്ന് കരുതി വേറെ എങ്ങും അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് അർത്ഥമില്ല. എറണാകുളം ജില്ലയിൽ മാത്രം CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ അന്വേഷണം റെയ്ഡ് നടന്നിട്ടുണ്ട്. അവരുടെ മാനേജർ അത് നേരത്തെ നടന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞത് താങ്കൾ എന്തിനാ ITL നടന്നല്ലോ. ഇടപെടുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞത് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തായുടെ ആലുവയിലെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. CMRLന്റെ ഒരു സഹോദര സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻസ് ഓഫീഷ്യൽമാരുടെ മൊത്തം വീട്ടിൽ നടന്നിട്ടുണ്ട്. പിന്നെ പിണറായി വിജയന്റെ വീട്ടിൽ നടന്നു എന്ന് പറയുന്നു. പിണറായി വിജയന്റെ വീട്ടിലല്ല നടന്നത്, വീണ താമസിക്കുന്ന വീട്ടിലാണ്. അത് വാടക കൊടുക്കുന്ന പിണറായി വിജയനായിരിക്കാം, പക്ഷെ വീണ താമസിക്കുന്ന വീട് ഏതാണോ ആ വീട്ടിലാണ് നടന്നിരിക്കുന്നത്. വീണയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് നടന്നിരിക്കുന്നത്. കണ്ണൂരിലുള്ള ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോടും കോട്ടയത്തും ബാംഗ്ലൂരിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. അവിടെ ആരുടെയൊക്കെ വീട്ടിലാണ് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ലെന്നേ. അത് അന്വേഷണ ഏജൻസികളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ല അന്വേഷിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതൊരു പ്രൊസീജിയറാണ്. താങ്കൾ പറയുന്നത് എന്താണ്? ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഈ കേസ് ഇനി തുടർന്ന് അന്വേഷിക്കേണ്ട, റെയ്ഡ് നടത്തണ്ട എന്നാണോ ഞാൻ പറയുന്നത്? അങ്ങനെയല്ല. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരേ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരുടെ വീടുകളിൽ മാത്രം റെയ്ഡ് എന്നാണ്, CPM-ഉമായിട്ട്. അത് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതേ രാഷ്ട്രീയ പാർട്ടിയിൽ ആയതുകൊണ്ട് മുസ്ലിം ലീഗുകാരന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്താൻ പറ്റും. സിബിയ 182 കോടിയിൽ താങ്കൾ പറയുന്നത് മറ്റുള്ളവരുടെ പേരുകളുമുണ്ട്, അവരുടെ പാർട്ടികളിലേക്ക് അന്വേഷണം പോകുന്നത്. ആരുടെ പേരിലാണ് കേസ് ഉള്ളത്? ആരുടെ പേരിലാണ് കേസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആരുടെ പേരാ ഉള്ളത്? സിബി എന്തോ അല്ലല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റ് ഉള്ളു. അതായത് 2.5 കോടിയുടെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ 2.5 കോടിയുടെ റെയ്ഡ് അല്ല ഇവര് നടത്തുന്നത്. മനസ്സിലായോ? അല്ല, അവരൊരു 19 കോടി. ഇതിലെ പ്രശ്നം 2.5 കോടി രൂപയുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഫാക്ട് ഉണ്ട്. ഇത് 2.5 കോടി രൂപ തന്നെയാണോ എന്നത് അന്വേഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റാർക്കെങ്കിലും ഈ കിട്ടിയിരിക്കുന്ന പണം സൈഫൺ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊരു സംഭവമാണ്. ഇത് ലെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഇത് അന്വേഷിക്കുന്ന സമയത്ത് ED കണ്ടെത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ SFIO കണ്ടെത്തിയ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? കർത്തായുടെ ഒരു കമ്പനിയിൽ നിന്ന് പണം കൊടുക്കുന്നു. പണം കൊടുത്തതിന് ശേഷം ആ പണത്തിൽ നിന്ന് പിന്നീട് പണം ഉണ്ടാക്കി ആ പണം തിരിച്ച് കർത്തായുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് റീപേ ചെയ്യുന്നു, അല്ലേ? എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കർത്തായുടെ മറ്റൊരു കമ്പനി CMRLനെ ഊറ്റിക്കൊണ്ടത് ചെയ്യുന്നു എന്നുള്ളതാണ് കേസ്. അതാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ലെയറിംഗ് ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന 2.25 കോടി രൂപ എവിടെയാണ്, ആര് വഴി ചെലവാക്കി എന്ന് പറയുമ്പോഴേ ഇപ്പൊ മുഹമ്മദ് റിയാസിന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും CPM-ന്റെ എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് റെയ്ഡിന് പോയില്ലല്ലോ. ഇന്ന് ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്ന ഏതാനും ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് അവിടെ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടാവും. ആ ലീഡ് അവർ അന്വേഷിക്കേണ്ട. ഇവരെ ആരും കഴുത്തിന് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകല്ലോ ചെയ്യുന്നേ. അവരവിടുത്തെ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റെയ്ഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ നാളെ പ്രതിപട്ടിക ഉണ്ടാകുന്ന സമയത്ത് പ്രതി ചേർക്കപ്പെടും. അതല്ല എങ്കിൽ അങ്ങനെയല്ല. എല്ലാ കേസുകളിലും അങ്ങനെയല്ലേ? ഇപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ശ്രീജിത്ത് പണിക്കർക്ക് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലും വരും എന്ന് പറഞ്ഞ് ഞാൻ ഈ അഭിപ്രായം പറയുന്ന ഞാൻ അങ്ങനെ വരണ്ട, എന്റെ വീട്ടിൽ വരണ്ട എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിനോട് സഹകരിക്കുക. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് നിയമവിരുദ്ധമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു ഏജൻസി പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ പറയുന്ന ഏജൻസി വീട്ടിൽ അടച്ചിരുന്നതിന് ശേഷം അവരെ റെയ്ഡ് നടത്താതെ, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കാതെ ഫോണിൽ മാത്രം വിളിച്ച് ചോദിച്ചിട്ട് ഒരു ഏജൻസിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? അപ്പൊ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ ഏജൻസികളെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല, അതിൽ ഞാൻ താങ്കളോടൊപ്പമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കർത്തായും വീണയും എഗ്രി ചെയ്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ട് ഓൺ റെക്കോർഡ് നിൽക്കുന്നത് എന്താ? SFIയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. SFIയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കർത്ത പറയുന്നുണ്ട്. ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് വീണ പറയുന്നു, പക്ഷെ എനിക്ക് തെളിവുകളേ ഇല്ല എന്ന് പറയുന്നു. നമ്മൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് പ്രോസസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സേവനമല്ല, ഡിജിറ്റൽ സേവനമാണ്, ടെക്നോളജിയാണ്. അപ്പൊ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിന് അവർക്ക് ട്രേസ് ഉണ്ടാകും, ഉണ്ടായേ മതിയാകൂ. ഒരു ഇമെയിൽ പോലും കാണിക്കാനില്ല, ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം പോലും കാണിക്കാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമുടി ഉടായിപ്പാണ് എന്ന് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കേസാണ് എന്ന് അവരുടെ മൊഴിയിലുണ്ട്. ഇതിന് തെളിവില്ല എന്ന് IT നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ആള് ഞാൻ ഒരാളിന് വർഷങ്ങളായിട്ട് എത്ര വർഷമാണ്? 3 വർഷം ചുരുങ്ങിയത് അല്ലേ? 2017 മുതൽ 2020 വരെ 3 വർഷം കൊടുത്തിരിക്കുന്ന സേവനത്തിന്
യാതൊരു വിധത്തിലുള്ള ട്രേസും ഇല്ലാതെ ഈ ലോകത്തിൽ ഒരു IT കമ്പനി ശരിയാണ് ശ്രീ ഡോക്ടർ വി ജയരാജ്, ഒരു തെളിവുമില്ല, എന്താണ് സേവനം എന്നതിന് ഒരു തെളിവുമില്ല, ഒരു മീറ്റിംഗ് കൂടിയതിന്റെ രേഖ പോലുമില്ല. ആകെ ഈ രേഖകൾ ഉള്ളത് ഈ ഇൻവോയ്സ് റൈസ് ചെയ്ത സമയത്ത് മാത്രം. അത് ഈ ശമ്പളത്തിന്റെ മാസം 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും ഇതിനുള്ള ഇൻവോയ്സ് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉള്ള രേഖകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഏത് കമ്പനിയിലാണ് ഇങ്ങനെയുള്ളത്? ഇതിനകത്ത് സിബി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. സിബി നാടകം എന്ന് പറഞ്ഞു, ഞാൻ അസംബന്ധ നാടകം എന്ന് പറഞ്ഞു. ഇത്രയുള്ള വ്യത്യാസം. ഞാൻ തുടക്കത്തിലുള്ള പോയിന്റ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കിത് മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിന് വളരെ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. ഇത് കരിവാരി എറിയുക, പൊളിറ്റിക്കൽ ടാർണിഷിംഗ് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ വരുന്നു, റെയ്ഡ് ചെയ്യുന്നു. ഈ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാലേ എത്രമാത്രം ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അവരെ ഇടിയൊടുക്കുന്നില്ല എന്നുള്ളതല്ല, മാനസിക വ്യത ഭയങ്കരമാണെന്നേ. ഈ പറഞ്ഞ കണക്കുള്ള വീടുകളിൽ കയറി ഇറങ്ങി. ഞാൻ നേരത്തെ ഒരു റെയ്ഡിന്റെ കാര്യം പറഞ്ഞ ആ ഉദാഹരണത്തിനാണ്. ആ റെയ്ഡ് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ വരെ അലമാരയിൽ നിന്ന് വലിച്ചു വാരി താഴെയിട്ട് ചവിട്ടി തേച്ച് ആ വീട് പിന്നെ റെഡിയാക്കി എടുക്കാൻ 5 ദിവസം 6 ദിവസം വേണ്ടി ഒരു വെളിയിൽ നിന്ന് ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേഴ്സണൽ സാധനങ്ങൾ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയറി. വീടെന്ന് പറഞ്ഞാൽ എന്താണ്? വീട് റെയ്ഡ് വേണ്ടെന്നൊന്നും പറയുന്നില്ല. അനാവശ്യമായ പിണറായി പോലീസ് റെയ്ഡ് ചെയ്യാൻ അധികാരമുണ്ട്. റെയ്ഡ് ചെയ്യുന്ന സമയത്ത് 15 ജീവനക്കാരെ വീട്ടിലത്തേക്ക് ബാല്യക്കാരെ പിണറായി പോലീസ് എടുത്തു മാറ്റി. താങ്കൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ശ്രീ പണിക്കരെ, താങ്കൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ മര്യാദക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്റർഫിയർ ചെയ്തില്ല. ഒരൊറ്റ തവണ മാത്രമേ ഞാൻ ഇന്റർഫിയർ ചെയ്തുള്ളൂ. താങ്കളുടെ കഥാകാലക്ഷേപം ഞാൻ ഇത്രയും നേരം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്നും ഞാൻ ഒപ്പൻഡ് ആയിട്ട് ഒരു അറുപടിയും ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞില്ല. ശരി നിർത്ത്. എന്നിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തോന്നിയ ആളുകളുടെ എല്ലാം വീട്ടിൽ കയറി ഇറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ഹാരാസ്മെന്റ് ആണ്. അത് മുതലെടുപ്പാണ്. എന്താണ് പറയുന്നത്? ആളുകളുടെ മുഖത്ത് കരിവാരി തേക്കുന്നത് തുല്യമാണ്. ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെ വീട്ടിൽ അവരെയൊക്കെ ഇതെന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും മണി ലോണ്ടറി പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് ഒന്നുമില്ല. തെളിവെന്ന് ഇവര് പറയുന്നതല്ലേ? ഇവര് തെളിവെന്നൊന്നും പറയുന്നില്ല. ഇവർ തെളിവെന്ന് പറയുന്നതല്ലേ? ഇതിങ്ങനെ കത്തിച്ചു നിർത്തുക, ലൈം ലൈറ്റിൽ ഈ ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ഈ മയക്കുമരുന്ന് കേസ്, ആ മയക്കുമരുന്ന് കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ മാറ്റി നിർത്തിക്കൊണ്ട് അതിലൊന്നും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാനില്ല. മയക്കുമരുന്നുമായിട്ട് സോഷ്യൽ മീഡിയ മാനേജറെ പിടികൂടിയിട്ട് അത് പിടികൂടിയ ഉദ്യോഗസ്ഥനെ ആ സംസ്ഥാനം ശരി ഇതൊക്കെ പരസ്പര സഹായ സാധ്യത അംഗങ്ങളല്ലേ? പിന്നെ ഈ പ്രതീക്ഷിച്ചത് കണക്കോലെ ഇത്തരം കാര്യങ്ങൾ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കും, ഇതിന്റെ അപ്പുറം നടക്കും. അവസാനം അവരെ വരെ തേടി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, ഈ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിൽ ഇടപെടലുകൾ നടത്തുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. കാര്യം ആ ഒരു രീതിയിലേക്കാണ് കേരളത്തിന്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്, മാധ്യമ അടിയന്തരാവസ്ഥയാണ്. അതിൽ 100 ദിവസം തികഞ്ഞിട്ടില്ല. ഈ വാർണിംഗ് സൈൻസ് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിക്റ്റേറ്ററായിട്ട് മാറാൻ അധിക സമയമൊന്നും വരത്തില്ല ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശന് എന്നുള്ള കാര്യം എനിക്ക് പറയാതെ പോകാൻ വയ്യ. അത് നിങ്ങൾ ഓരോ മാധ്യമപ്രവർത്തകരും മനസ്സിലാവും. നിങ്ങളുടെ ചെറുകളിൽ എന്ത് റബ്ബർ ഇടുമ്പോൾ ഇതൊന്നും വി ഡി സതീശന്റെ അറിവോടെയുള്ള റെയ്ഡ് അല്ലല്ലോ. വി ഡി സതീശന്റെ അറിവോടെ അല്ലെന്ന് ആരാണ് പറഞ്ഞത്? വി ഡി സതീശനെ സഹായിക്കണമെന്ന് ആരുടെ ചുമതലയാണ്? വി ഡി സതീശന്റെ പരസ്പര സഹായത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ വി ഡി സതീശൻ 102 സീറ്റുമായിട്ട് വളരെ കൃത്യമായിട്ട് BJP ആയിട്ടുള്ള നീക്കുപോക്കിന്റെ പേരിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല. ഓരോ സ്ഥലങ്ങളിലും ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഓരോ സ്ഥലത്തും കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. കെ മുരളീധരൻ എങ്ങനെയാണ് ജയിച്ചത്? രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് ജയിച്ചത്? കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി എണ്ണി പറഞ്ഞുതരാം. ഓരോ സ്ഥാനാർത്ഥികളുടെ എന്തൊക്കെ നീക്കമൊക്കെ. ചിരിക്കാനൊന്നുമല്ല, വോട്ട് കിട്ടിയാൽ ജയിക്കും, അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് വിജയ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ജയിച്ചത്? ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഞാൻ കോൺസ്പിറസി തിയറി ഒന്നും പറയുന്നതൊന്നുമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. താങ്കൾ പറയുമെന്ന് പറയാതെ തന്നെ എനിക്ക് പറയാനറിയാം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതേ ഉള്ളൂ. ഇതിനകത്ത് പേയ്മെന്റ് പ്രോസസ് എന്ന്
പേയ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് മണി ലോണ്ടറി അല്ല. പേയ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് വേറെയാണ്. മണി ലോണ്ടറി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ളതാണ്. ഇതിനെ മണി ലോണ്ടറി ആയിട്ട് ചുരുക്കി കാണുകയും ഈ 1.78 2.78 തെളിയിക്കാൻ പറ്റാതിരിക്കുകയും അത് തെളിയിക്കാൻ വേണ്ടി ബോത്ത് എൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ കേട്ടില്ല. അല്ല, മണി ലോണ്ടറിങ് അങ്ങനെ ചുരുക്കി കാണാവുന്ന ഒന്നല്ലല്ലോ. ശരി, സിബി എന്താണ് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കും. മഞ്ജുഷ, ഇതിനകത്ത് 2 പോയിന്റ്, ഒരു സെക്കൻഡ്, 2 പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ശ്രീ ജയരാജ് കരുതിയതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ സൈഡ് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് ഇതിനകം തന്നെ ഈ ഇതുവരെയുള്ള സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും ഇതുവരെയുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും കൃത്യമായിട്ട് അറസ്റ്റ് നടക്കാൻ വരെ സാധ്യതയുള്ള രേഖകൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാതെ അവര് ആക്ച്വലി കൃത്യമായൊരു ഡ്രാമ കളിക്കുകയാണ്, ഫർദർ പൊളിറ്റിക്കൽ ഡ്രാമ കളിക്കുകയാണെന്നുള്ളതാണ് എന്റെ ആക്ഷേപം. അതായത് ഇതിനകത്ത് ശ്രീജിത്ത് നേരത്തെ പറഞ്ഞ ലെയറിംഗ് നടന്നിട്ടുണ്ട്, മണി റൗട്ടിങ് നടന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശിധരൻ കർത്തായുടെ ഒരു NBFC ആണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് ഒരു ലോണ് വീണാ വിജയന് പോകുന്നു. എന്നിട്ട് അതിന്റെ EMI മറ്റൊരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട CMRലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സർവീസിന്റെ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ EMI കൃത്യമായിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവർ EMI വാങ്ങിച്ചിട്ട് മറ്റേ കമ്പനിയിൽ അടയ്ക്കുന്നു. ഇത് അത് അങ്ങനെയാണ് ഓരോ മാസവും കിട്ടുന്ന പണം നേരെ ഈ എംപവർ ഇന്ത്യ എന്നുള്ള സ്ഥാപനത്തിലേക്ക് അടയ്ക്കുന്നു. അതെ, ആ കമ്പനിക്ക് EMI ആയിട്ട് അടച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിംഗ് ആണെന്നേ, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് അതിന്റെ ഉടമസ്ഥൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ അയാളെ സമ്മതിച്ചു കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ ഒരു മണി ലോണ്ടറിംഗ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വേറൊരു സംഭവത്തിലേക്ക് വകമാറ്റാൻ കാണിച്ച പുള്ളിയുടെ ഒരു ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അറസ്റ്റ് നടക്കാത്തത്? ഇത്രയും തെളിവുകൾ, ശക്തമായ തെളിവുകൾ, അറസ്റ്റ് ചെയ്യാൻ തക്കമായ തെളിവുകൾ മണി ലോണ്ടറിംഗ് നടന്നു എന്ന് ഈ സ്ഥാപന ഉടമകൾ തന്നെ സമ്മതിക്കുന്നു. ഈ അനാവശ്യമായ പൈസയാണ് കൊടുത്തത് എന്ന് കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് ഈ അറസ്റ്റുകൾ നടക്കാതെ ചുമ്മാതെ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഓരോ തലങ്ങളിൽ റെയ്ഡ് നടത്തി വെറുതെ ഒരു എന്താ പറയുക, ന്യൂസ് വാല്യൂ സൃഷ്ടിക്കുക മാത്രമാണ് ED ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ശരി, ശ്രീജിത്ത് അങ്ങനെയാണോ? അല്ലെങ്കിൽ ശ്രീജിത്ത് നേരത്തെ പൊളിറ്റിക്കൽ ഡ്രാമയാണ്, അത്രേ ഉള്ളൂ. ശ്രീജിത്ത് മഞ്ജുഷ എന്താ ചോദിച്ചേ? മഞ്ജുഷ അല്ല, എന്തായാലും ശ്രീജിത്ത് അതിനോട് യോജിക്കില്ലല്ലോ സിബി പറഞ്ഞതിനോട്. ഇല്ല, നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു പേസിൽ അവർ വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെ അല്ല ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഏത് ഘട്ടത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് അറസ്റ്റ് നടപടികൾ വേണമെങ്കിൽ ഇത് സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ തന്നെ ആ എൻക്വയറി ടീം. മാത്രമല്ല ഇതിനകത്ത് അറസ്റ്റ് ബുദ്ധിമുട്ടാണ്. കാരണം ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് വന്നതിൽ അത് അറസ്റ്റിലേക്ക് പോകരുത് എന്നാണ്. കാരണം അന്ന് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. റെയ്ഡ് നടത്താം, അതുപോലെ തന്നെ കണ്ടുകെട്ടാം, പണം കണ്ടുകെട്ടാം, ഇതിനപ്പുറത്തേക്ക് പോകരുതെന്നാണ്. മഞ്ജുഷ്, ഒരാളിനെ കൺഫൈൻമെന്റിൽ വെക്കണമെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനോ അവരേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായിട്ടുള്ള ഒരു ചെക്ക് എന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു രേഖ പൂഴ്ത്താനില്ല. കാരണം അതിൽ അവർക്കെതിരെയുള്ള കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ കയ്യിലുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത്, അവർക്ക് ഇപ്പോൾ ഭരണത്തിൽ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് വേണമെങ്കിൽ അവർക്ക് അനിവാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം, അത് വേണ്ട എങ്കിൽ അവരിത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ പ്രശ്നം, നമ്മൾ ഈ ചിന്തിക്കുന്നതിനനുസരിച്ച് അത് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2.78 കോടി രൂപ ബാങ്ക് വഴി ട്രാൻസാക്ട് ചെയ്തതിന്റെ തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞത് 2.78 കോടി രൂപ മാത്രമാണോ? ഇപ്പൊ നേരത്തെ ലൂസ് ഷീറ്റുകളിൽ പേരുകൾ വേറെ എഴുതി വെച്ചിരുന്നതായിട്ട് പറയുന്നല്ലോ. RC, KK, TK, PK എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ബാങ്ക് വഴി നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ ആണോ? അല്ല. അപ്പൊ അതല്ലാതെ ബാങ്ക് വഴി അല്ലാതെ മറ്റ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? പിന്നെ ഈ പണത്തിന്റെ ഫുൾ ട്രെയിൽ അന്വേഷിച്ചത് കൊണ്ട് മാത്രമല്ലേ ഈ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പോയി അത് ഇവിടെ നിന്ന് ലാഭമാക്കി തിരിച്ച് കർത്തയുടെ കമ്പനിയിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു വരുന്നു എന്നത് കണ്ടെത്തിയത്? അതല്ലാതെ ആ കർത്തയുടെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്, തിരിച്ചടച്ചിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ഇത് ഈ തരത്തിലുള്ള ഒരു ലെയറിംഗ് ആണോ, അത് സൈഫൺ ഓഫ് ചെയ്തിട്ട് സ്വന്തം കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്നൊരു കാര്യം അന്വേഷിച്ചത് കൊണ്ടല്ലേ അത് മനസ്സിലാക്കിയത്. അതേപോലെ ഈ പണവും, ഈ അക്കൗണ്ട് ചെയ്തിരിക്കുന്ന പണം തന്നെ ഏത് രീതിയിലാണ് ചെലവഴിച്ചിരിക്കുന്നത്, അത് എന്ത് പർപ്പസിന് പോയിട്ടുണ്ട്, ആര് വഴി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഈ കാര്യം അന്വേഷിക്കേണ്ടതല്ലേ. ഇപ്പോൾ ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈ പറയുന്ന 2.25 കോടി രൂപയൊന്നും വീണയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഇല്ല. അതിലുള്ളത് ഏതാനും ചുരുങ്ങിയ ലക്ഷങ്ങൾ മാത്രമാണ്, ബാക്കി പണമില്ല. അപ്പോൾ ആ ബാക്കി പണം എവിടെ എന്നുള്ളതിനെ കോടതിയിൽ ചെയ്യുന്ന സമയത്ത് ചോദിക്കുമെന്നേ. അത് നേരത്തെ സിബി പറയുന്ന പോലെ അല്ല. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ഒരു കേസാണല്ലോ ഈ അജ്മൽ കസബ് വന്നിട്ട് ബോംബെയിൽ പിന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഒന്നും വേണ്ട. പക്ഷേ കോടതിയിൽ ലീഗൽ റിക്വയർമെന്റ് എന്തായിരുന്നു അറിയാമോ? അയാൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറി എന്നുള്ളത് തെളിയിക്കണം. അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ചാർജ് ഷീറ്റിലുള്ള ഒരു കുറ്റമാണ്. ഞാൻ പറഞ്ഞത് അതിനേക്കാൾ വലിയ കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടതാണ്. എന്നാലും ഇതിന്റെ ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ ടൈറ്റ് ആയിട്ട് കേസ് ബിൽഡ് ചെയ്യുന്നതിന് ഇതെല്ലാം വേണം. അപ്പൊ അതുകൊണ്ട് ഈ പണം എവിടെ പോയി, ആർക്ക് കൊടുത്തു, ആരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തു, ഇതെല്ലാം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോൾ ശരിയാണ്. ഇപ്പോൾ വീണ വിജയന് കിട്ടിയ പണം എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ED-യുടേതായിട്ട് നടക്കുന്നത്. അതാണ് ഇന്ന് കണ്ട റെയ്ഡുകൾ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ED റെയ്ഡിന്റെ ലക്ഷ്യം മുഹമ്മദ് റിയാസോ? അതേ എന്ന് 81% പ്രേക്ഷകരും, അല്ല എന്ന് 13%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.